ഇല്ല, അംഗീകാരമായിട്ട് സത്യമായിട്ട് കിട്ടിയിട്ടില്ല. എനിക്കതിൽ ഇച്ചിരി കുറച്ച് വിഷമമുണ്ട്. എന്തുകൊണ്ടെന്ന് പറഞ്ഞുതരാം. മൊത്തം ഡബിങ് ഇൻഡസ്ട്രി ഡെഡായി നിൽക്കുന്ന സമയത്താണ് ഞാൻ ആന്ധ്രയിൽ കാല് വെക്കുന്നത്. ഹൈദരാബാദ്, ഇന്നത്തെ ഹൈദരാബാദും അല്ല, 2003 ഹൈദരാബാദ് ഒരു റോഡ് നമ്പർ 1 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ, സാറിന് അറിയാം. അപ്പോ ഈ 2003 ഞാൻ 2002 ലാസ്റ്റ് ആണെന്ന് തോന്നുന്നു, ഞാൻ ഹൈദരാബാദ് പോകുമ്പോൾ അവിടുത്തെ സിനിമകള് ഒരു വേറൊരു ചിന്താഗതിയിലേക്ക് പോകുന്ന സിനിമകളാണ്. അതിലെ നല്ല സിനിമകൾ തെരഞ്ഞു പിടിച്ചാണ് ഞാൻ എടുത്തത്. അപ്പോഴും അതിന്റെ പ്രൊഡ്യൂസർ, ഞാൻ എടുത്ത സിനിമയുടെ പ്രൊഡ്യൂസർ തന്നെ എന്നെ വിശ്വസിച്ചിട്ടുണ്ട്. അയാൾ എന്റെ നല്ല ഫ്രണ്ടാണ്. ഈ സിനിമ നിങ്ങൾ ചെയ്യരുതെന്നുള്ള രവികിഷോർ എന്ന് പറയുന്ന ശ്രാവന്തി മൂവീസിന്റെ ഓണർ എന്നെ അതേ അഡ്വൈസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ചെയ്യരുത്. പക്ഷെ എന്റെ കോൺഫിഡൻസ്, എന്റെ ഒരു വിശ്വാസം, അതിലൂടെയാണ് ഞാൻ ഈ മലയാള സിനിമയിലേക്ക് ഈ സിനിമകൾ കൊണ്ടുവന്നത്. അത് ഒരൊറ്റ വിചാരം മാത്രമേ ഉള്ളൂ, പെർഫെക്ഷൻ ഉള്ള ക്വാളിറ്റി ഉള്ള നല്ല മലയാള ഡബിങ് സിനിമകൾ മലയാളത്തിൽ ലോഞ്ച് ചെയ്തു. അത് അല്ലു അർജുന്റെ ഞാൻ കമ്പയർ ചെയ്യുന്നില്ല. അല്ലു അർജുന്റെ ഒരു വന്നത് നിമിത്തം എന്ന് ഞാൻ പറഞ്ഞു. അത് നിമിത്തം എന്ന് പറയാൻ കാരണം അല്ലെങ്കിൽ ഞാനാണ് മികച്ചത്, അല്ലെങ്കിൽ ഞാനാണ് ചെയ്തത് അവകാശപ്പെടാൻ ഒന്നിനും തയ്യാറില്ല. പക്ഷെ ഡബിങ് സിനിമകൾ ഞാൻ അവകാശപ്പെടാം. ക്വാളിറ്റിയുള്ള സിനിമ ഞാനാണ് അത് കൊണ്ടുവന്നതെന്നുള്ളത് വേണമെങ്കിൽ എനിക്ക് അവകാശപ്പെടാൻ പറ്റും. കാരണം അതിനെ വേറെ ആള് നിഷേധിക്കാൻ പറ്റില്ല. കാരണം എല്ലാവരും കണ്ട കാഴ്ചപ്പാടിലല്ല ഞാൻ കണ്ടത്. സിനിമകളുടെ ക്വാളിറ്റി, സിനിമകളുടെ സെലക്ഷൻ, സിനിമകളുടെ ഇപ്പം കൊത്തവങ്കാര ലോകത്തിന്റെ വേറൊരു പേരുണ്ടല്ലോ, ഇത് ഞങ്ങളുടെ ലോകം. ആ സിനിമ മുന്നേ കമ്മിറ്റ് ചെയ്തതാണ്. സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് കമ്മിറ്റ് ചെയ്യുന്നതാണ്. ഹാപ്പി ഡേയ്സ് സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് കമ്മിറ്റ് ചെയ്തതാണ്. അതൊക്കെ എന്റെ ഒരു വീക്ഷണമാണ്. അതിൽ ആർട്ടിസ്റ്റ് ഇല്ല, അതിൽ മറ്റൊരു ക്യാരക്ടർ ചെയ്യുന്ന ഒരു കുട്ടികളും ഇല്ല. അന്ന് ആ കുട്ടി പെൺകുട്ടി തമന്നല്ല, അത് ഹാപ്പി ഡേയ്സിലാണ്. അത് അന്ന് തമന്ന ജസ്റ്റ് ലോഞ്ച്, തമന്ന ഇൻ ഫ്രണ്ട് ഓഫ് മീ. തമന്നല്ല, ശേഖർ കമല പോലും ഇല്ല. ശേഖർ കമല ഇസ് ദ സെക്കൻഡ് ഫിലിം, ഒരു ഫിലിമേ ചെയ്തിട്ടുള്ളൂ. ബട്ട് ഞാൻ പോയി കാണുമ്പോൾ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ, നീ ഇത് കാണണം. എന്റെ സുഹൃത്ത് പറയണം നീ കാണണം. ഞാൻ പറയും ഓക്കെ. ഞാൻ അന്വേഷിച്ചപ്പോ കാര്യങ്ങളെല്ലാം ഒരു ഇമ്പാക്ട് ഉണ്ട്. സോങ് പോലും റിലീസ് ചെയ്തിട്ടില്ല. ഞാൻ ബിഫോർ സിനിമ കമ്മിറ്റ് ചെയ്ത അതിന്റെ ഡബിങ്ങും റീമേക്ക് റൈറ്റ്സും മരിച്ചു ഹാപ്പി ഡേയ്സിൽ. ആ ഒരു കോൺഫിഡൻസ്, ആ ഒരു വീക്ഷണം, അത് ചിലപ്പോൾ ജഡ്ജ്മെന്റ്. അതുപോലെ തന്നെ ആദ്യമായിട്ട് ബദ്രിനാഥ്, തെലുങ്ക് ഇൻഡസ്ട്രിയുടെ ആ ചരിത്രത്തിൽ ആദ്യമായിട്ട് സൈമൾട്ടേനിയസ് ഡബ് ചെയ്ത് ഒരു സിനിമ റിലീസ് ചെയ്തത് ബദ്രിനാഥാണ്. സെയിം ഡേ ഒരു സ്റ്റുഡിയോയില് സെയിം ഡേ റിലീസ് ചെയ്തു ബദ്രിനാഥ്. ഒരേ സ്റ്റുഡിയോ ഹൈദരാബാദിലുണ്ട്. അപ്പം അത് സെൻസർ ചെയ്യാൻ പെട്ടപ്പാട് എനിക്കറിയാം. കാരണം അവരുടെ സെൻസർ കഴിഞ്ഞിട്ടേ എനിക്ക് തരത്തുള്ളൂ. ഇത് എന്റെ പേരിലുള്ള പടമാണ്.